സംസ്ഥാന സർക്കാരിനും CPM-നും ഇടതുമുന്നണിക്കും നിരവധി ചോദ്യങ്ങളാണ് മുൻപിലുള്ളത്. ആന്റണി രാജു MLA സ്ഥാനത്തിന് അയോഗ്യൻ, വിജ്ഞാപനമിറക്കി നിയമസഭ. കണ്ണൂരിൽ കളം നിറയാൻ കരുത്തരെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രമുഖർ കളത്തിൽ. പിണറായി വിജയനും സണ്ണി ജോസഫും മത്സരിക്കും. ഗോവിന്ദന് പകരം നികേഷ് പരിഗണനയിൽ. നാവായിക്കുളത്ത് LDF-ന് തിരിച്ചടി. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. പഞ്ചായത്തിൽ UDF-നാണ് ഭൂരിപക്ഷമെങ്കിലും LDF ഭരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. BJP-യുടെ വെള്ളാപ്പള്ളി ദൂത്. കർശന സമീപനത്തിലേക്ക് CPM. അങ്ങനെ സംസ്ഥാനത്തെ CPM-നും ഇടതുമുന്നണിക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികളും ചോദ്യങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു MLA സ്ഥാനത്തിന് അയോഗ്യൻ. വിജ്ഞാപനമിറക്കി കേരള നിയമസഭ. ജനുവരി 3-ന് കോടതി വിധി വന്ന ദിവസം മുതൽ പ്രാബല്യത്തിലായി. ഇതിനിടെ ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി ബാർ കൗൺസിലും. വിഷയം ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി പരിശോധിക്കും. 3-അംഗ സമിതി ഈ മാസം 9-നാണ് വിഷയം പരിഗണിക്കുക. നടപടികളുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക. ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരമെന്നും നാണക്കേടെന്നുമാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. കേസിൽ 3 വർഷം തടവിനാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. നാവായിക്കുളത്ത് LDF-ന് തിരിച്ചടി. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആസിഫ് കടയിൽ രാജിവെച്ചതോടെയാണിത്. UDF വിമതനായ ആസിഫ് കടയിലാണ് സ്ഥാനം രാജിവെച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ UDF 12 സീറ്റുകളിലും LDF 6 സീറ്റുകളിലും BJP 6 സീറ്റുകളിലുമാണ് വിജയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ 4 അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. തുടർന്നാണ് പ്രസിഡന്റായി ആസിഫ് കടയിലും വൈസ് പ്രസിഡന്റായി റിന ഫസലും LDF പിന്തുണയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികാര തലസ്ഥാനവും സംഘടനാ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കരുത്തരായ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും കണ്ണൂരിൽ കളത്തിലിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ മത്സര രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 3-ാം വട്ടവും ഭരണത്തിലെത്താൻ ലക്ഷ്യമിടുന്ന LDF-ന്റെ നായകനായ പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ തന്നെയാകും മത്സരിക്കുക. KPCC പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സണ്ണി ജോസഫ് നേരിടുന്നത്. സിറ്റിംഗ് സീറ്റായ പേരാവൂരിൽ തന്നെ അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാവും ഇത്തവണ മാറി നിൽക്കുന്ന പ്രധാന നേതാവ്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ MV രാഘവന്റെ മകനും മാധ്യമപ്രവർത്തകനുമായ MV നികേഷ് കുമാറിനെയാണ് പരിഗണിക്കാൻ സാധ്യത. ജയസാധ്യതയെ ചൊല്ലി ചില നേതാക്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസം കൂടി പരിഗണിച്ചാവും തീരുമാനത്തിലേക്ക് എത്തുക. MV ഗോവിന്ദന്റെ അഭിപ്രായവും നിർണായകമാകും. അദ്ദേഹം നികേഷിന് അനുകൂലമാണെന്നാണ് സൂചനകൾ. സണ്ണി ജോസഫ് മത്സര രംഗത്തുണ്ടാകില്ലെങ്കിൽ പേരാവൂരിൽ നല്ല മത്സരം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. പ്രമുഖ നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണെങ്കിൽ KK ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുന്നതും രാജ്യസഭയിലെ കാലാവധി കഴിയാറായ ജോൺ ബ്രിട്ടാസിനെ മത്സരിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചേക്കും. ശൈലജയ്ക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ പാർട്ടി കേന്ദ്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിന് പകരം P ശശി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട്. MV ജയരാജനും P ജയരാജനും മത്സരിക്കുന്നതിനെക്കുറിച്ചും അണികൾക്കിടയിൽ ചർച്ച സജീവമാണ്. ഇവരിൽ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഉറച്ച സീറ്റ് മാറ്റിവെക്കും. പേരാവൂരിന് പുറമെ ഇരിക്കൂറാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള മണ്ഡലം. ഇവിടെ സജീവ് ജോസഫ് തുടർന്നേക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇരിക്കൂർ മണ്ഡലമാകും തിരഞ്ഞെടുക്കുകയെന്ന ശ്രുതി കോൺഗ്രസിലുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള BJP-യുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനം CPM-ന് വെട്ടിലാക്കി. അദ്ദേഹം വിവാദ പ്രസ്താവനകൾ നടത്തിയാൽ കയ്യോടെ തള്ളണമെന്ന കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന അഭിപ്രായം നടപ്പാക്കി തുടങ്ങണമെന്ന ആലോചനയും പാർട്ടിയിൽ ശക്തമായി. മലപ്പുറത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചതിന്റെ പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുമെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെ പാർട്ടിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയിരുന്നു. ഈ 2 നടപടികളും വെള്ളാപ്പള്ളിയോട് മൃദു സമീപനം പുലർത്തുന്ന CPM-നെയാണ് വിഷമത്തിലാക്കിയത്. BJP-ക്കും CPM-നും ഒരേ സമീപനമോ എന്ന എതിരാളികളുടെ ചോദ്യമുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് പുതിയ സമീപനം സ്വീകരിക്കാനുള്ള തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെള്ളാപ്പള്ളിയോട് പ്രശ്നാധിഷ്ഠിത സമീപനം വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. CPM-ന് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദിക്കുന്നതെന്ന വിചാരം ആർക്കും ഉണ്ടാകാൻ പാടില്ലെന്നും സ്വീകാര്യമല്ലാത്ത പ്രസ്താവനകൾ നടത്തുമ്പോൾ ഉടൻ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടിയും വെള്ളാപ്പള്ളിയും തമ്മിലെ യോജിപ്പും വിയോജിപ്പും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമുള്ള ആവശ്യമാണ് ഉയർന്നത്. അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിയത് ചർച്ചകൾ ഉയർന്നിരുന്നു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് വേദിയിലേക്ക് വാഹനം അനുവദിച്ചത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നിരിക്കെ താനാണ് വെള്ളാപ്പള്ളിയെ ആ വാഹനത്തിൽ കയറ്റാൻ മുൻകൈ എടുത്തതെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് പിണറായി കൈക്കൊണ്ടതെന്ന വാക്കുകൾ യോഗത്തിന് സ്വീകാര്യമാവുകയും ചെയ്തു.
വർഗീയ ചിന്തകൾ വളർത്തിയെടുക്കുന്ന SNDP നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പാർട്ടി തീരുമാനത്തിൽ വെള്ളം ചേർത്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന വിമർശനം CPM-നുണ്ട്.